നമസ്കാരം. തേജസ് ന്യൂസ് ഇൻക്വസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ഓർമ്മയിൽ നമുക്ക് ഈ ആഴ്ചത്തെ ഇൻക്വസ്റ്റ് ആരംഭിക്കാം. ഇനി തങ്ങളെ ആര് ഭരിക്കണം, ആര് ഭരിച്ചുകൂടാ എന്ന് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം തിരഞ്ഞെടുപ്പ് വോട്ടവകാശമുള്ള ഓരോ പൗരനും നൽകുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നാണല്ലോ ആ തീരുമാനത്തിൽ എത്തേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തെ ദലിതുകളും ന്യൂനപക്ഷങ്ങളും 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെയാവും ആ തീരുമാനത്തിൽ എത്തുക? നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ ഓരോരുത്തരെയും ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് അനുഗമിക്കുന്ന ചില ഓർമ്മചിത്രങ്ങൾ കൂടി കാണാം. ഈ കണ്ട ദൃശ്യങ്ങളിലെ ഇരകളുടെ പേരോ സംഭവങ്ങളോ എണ്ണിപ്പറയുന്നില്ല. പക്ഷേ എല്ലാവരും തന്നെ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിലോ ദലിത് വിഭാഗങ്ങളിലോ പെട്ടവരാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരോ പ്രവർത്തിച്ചവരോ ആണ്. ഈ ആക്രമണങ്ങളെല്ലാം നടന്നത് ഭരണകൂടങ്ങളുടെ നിർദ്ദേശത്തിലോ നിയന്ത്രണത്തിലോ തണലിലോ അതുമല്ലെങ്കിൽ മൗനസമ്മതങ്ങളിലോ ആണ്. ഇതെല്ലാം നമ്മൾ പലപ്പോഴായി കണ്ട കാഴ്ചകളും ആണ്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത, ചിന്തിച്ചാൽ ഉള്ളുലയുന്ന ചില യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 39% ഇവിടുത്തെ മുസ്ലിങ്ങളും ദലിതുകളും ഉൾപ്പെടുന്ന ജനവിഭാഗം. ഇവരിൽ നല്ലൊരു ശതമാനം പേർ ഇക്കുറി നമ്മോടൊപ്പം പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തില്ല. കാരണം അവർ രാജ്യത്തെ വിവിധ ജയിലുകളിലാണ് ഉള്ളത്. കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ടിട്ടല്ല, വെറും വിചാരണ തടവുകാരായി. വിചാരണ തടവുകാർ കുറ്റവാളികളല്ല, കുറ്റാരോപിതർ മാത്രമാണെന്ന് ഓർക്കണം. ആദ്യം ഒരു പൊതുചിത്രം പരിശോധിക്കാം. ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഏതു പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുള്ള ഇന്ത്യയിൽ വൈകി കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണെന്ന് വിശ്വസിക്കുന്ന നീതിന്യായ വ്യവസ്ഥയിൽ രാജ്യത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് 3.5 കോടിയോളം കേസുകൾ. 2015 നാഷണൽ ജുഡീഷ്യൽ ഡാറ്റാ ഗ്രിഡിൻ്റെ കണക്കനുസരിച്ച് ജയിലുകളിൽ കഴിയുന്ന 4 ലക്ഷത്തോളം തടവുകാരിൽ 66% വിചാരണ തടവുകാർ. ഇവരിൽ ഭൂരിഭാഗവും സ്വന്തമായി വക്കീലിനെ വയ്ക്കാൻ പണമില്ലാത്തവർ, പെറ്റി കേസുകളിൽ പിടിക്കപ്പെട്ടവർ, തങ്ങൾ കുറ്റവാളികളല്ലെന്ന് നിയമപ്രകാരം തെളിയിക്കാൻ കഴിവില്ലാത്തവർ. വിചാരണ തടവുകാരെ 60 ദിവസത്തിനോ 30 ദിവസത്തിനോ ശേഷം വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കും മുമ്പ് പ്രതിക്ക് നിയമപ്രകാരം ജാമ്യം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് അയാളെ അറിയിക്കുകയും സൗജന്യ നിയമസഹായത്തിനുള്ള വ്യവസ്ഥ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് സുപ്രീം കോടതിയുടെ തന്നെ വിധിയുണ്ടായിട്ടും ജാമ്യത്തിലിറങ്ങാൻ കഴിയാതെ ഒരു ജീവിതകാലം മുഴുവൻ ജയിലുകളിൽ കഴിയേണ്ടി വരികയാണ് ഇവരിൽ പലർക്കും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിവേചനവും വംശീയ ജാതി വേർതിരിവുകളും കടന്നുകൂടിയിട്ടുണ്ടെന്ന് സംശയിക്കാവുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് സാക്ഷാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തന്നെയാണ്. രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന വിചാരണ തടവുകാരിൽ 55% പേരും ദലിതുകളും മുസ്ലിങ്ങളും ആണെന്നാണ് 2015 ജയിൽ വിവരങ്ങൾ മുൻനിർത്തി ഉള്ള ഈ റിപ്പോർട്ട്. ഏറ്റവും വേഗത്തിൽ തൻ്റെ കേസ് വിചാരണ നടത്തി കിട്ടണമെന്നുള്ളത് ഒരു തടവുകാരൻ്റെ മൗലികാവകാശമായി നമ്മുടെ ഭരണഘടനയിലെ 21ാം വകുപ്പ് ഉറപ്പു നൽകുന്നുണ്ട്. ഇന്ത്യയിലെ 1380ഓളം ജയിലുകളിൽ
തടവുകാരെ കുത്തി നിറച്ച് പാർപ്പിക്കുന്ന സ്ഥിതി ദുസ്സഹമാണെന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും മനുഷ്യാവകാശങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന തടവുകാരിൽ 1/3 വിചാരണ തടവുകാരാണ്. ഇവരിൽ 55% പേരും ദലിതുകളും മുസ്ലിങ്ങളും. ഇതിൽ മുസ്ലിം തടവുകാരിൽ വിചാരണ കാത്തുകിടക്കുന്നത് 20.9% പേർ. 12.4% ആദിവാസി തടവുകാരും വിചാരണ കാത്ത് കിടക്കുന്നു. ദലിത് വിഭാഗത്തിൽപ്പെട്ട തടവുകാരിൽ 21% പേർ വിചാരണ കാത്ത് കിടക്കുകയാണ്. രാജ്യത്തെ ജനസംഖ്യയിൽ പട്ടികജാതി പട്ടികവർഗക്കാർ 24% മാത്രമാണെന്നിരിക്കെ വിചാരണ തടവുകാരിൽ 34% ഇവരാണെന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ ദേശീയ ദലിത് മൂവ്മെൻറ്റും നാഷണൽ സെൻറ്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സും സംയുക്തമായി തയ്യാറാക്കിയ ക്രിമിനൽ ജസ്റ്റിസ് ഇൻ ഷാഡോ ഓഫ് കാസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. വിചാരണ തടവുകാരിൽ 28.5% പേർ നിരക്ഷരരും 70% പേർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്തവരും സ്വന്തമായി വക്കീലിനെ വയ്ക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും ആണ്. തടവുകാരുടെ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന പ്രിൻസസ് ആക്ട് 1894 കടുത്ത ലംഘനം അനുഭവിക്കുന്നവരാണ് ഇവരിൽ ഏറെയും. അതേസമയം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉന്നത വിദ്യാഭ്യാസമുള്ള പല രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുള്ളവരും രാജ്യദ്രോഹ കുറ്റം വരെ ആരോപിക്കപ്പെട്ട് വിചാരണ കാത്ത് ജയിലുകളിൽ കഴിയുന്നു. ഏതെങ്കിലും കേസുകളിൽ പ്രതി ചേർത്ത് പിന്നീട് കൂടുതൽ കേസുകൾ ഉണ്ടാക്കി കുടുക്കുകയാണ് പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും ചെയ്തു പോരുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ദലിത് വിഭാഗങ്ങൾ ജനസംഖ്യയുടെ 39% വരും. ഇവരിൽ വിചാരണ തടവുകാരുടെ എണ്ണം നോക്കുമ്പോൾ ഇവരുടെ ജനസംഖ്യയുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടുന്ന കണക്കല്ല കാണുന്നത്. ഈ വിചാരണ തടവുകാരിൽ 65% പേർ 3 മാസം മുതൽ 5 വർഷം വരെ ജയിലുകളിൽ കഴിയുന്നവരാണെന്നും ഓർക്കണം. 2014 കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 2015 വിചാരണ തടവുകാരുടെ എണ്ണം 0.3% വർദ്ധിച്ചതായും കാണുന്നു. അഥവാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജീവിച്ചിരിക്കുന്ന ജഡങ്ങളാവണമെന്ന് ആർക്കോ നിർബന്ധമുള്ളതുപോലെയാണ് വിചാരണ തടവുകാരോടുള്ള ഈ സമീപനം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ തീച്ചൂടുകൂടി ഉണ്ടാവും ഇത്തവണത്തെ ജനകീയ വിധിയെഴുത്തിന്. ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും ബാലറ്റ് പെട്ടിയിൽ മനസ്സമ്മതം നിക്ഷേപിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ മോതിര വിരലിന് കുത്തുന്ന കരിന്തേളിന് വോട്ടില്ലെന്ന് പറയാൻ ജനതയ്ക്ക് അവകാശമുണ്ട്. കൂട്ടുവരാനുള്ളയാൾ ജയിലിലാണെന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും മതേതര ജനാധിപത്യ ഇന്ത്യ അവർക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ചെരുപ്പ് തുടച്ചിരുന്ന ദലിതർ ഇന്ന് നമ്മെ ഭരിക്കുന്നു എന്ന് പരിഭവിച്ചവരും ഭരണഘടനയുടെ സഹായത്താലാണ് ദലിതർ സവർണനെ ഭരിക്കുന്നതെന്ന് പച്ചപ്പകലിൽ വിളിച്ചു പറഞ്ഞവരും കാത്തിരുന്നു കാണുക എന്നോർമ്മിപ്പിച്ച് ഈ ആഴ്ചത്തെ ഇൻകോസ്റ്റ് പൂർണ്ണമാവുന്നു.